ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ആവശ്യപ്പെട്ടായിരുന്നു മത്തങ്ങ പായസം വെക്കണമെന്ന് അല്ലേ? മത്തങ്ങ പായസം, മത്തങ്ങ അലുവയും ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ മത്തങ്ങയുടെ വീഡിയോ അല്ലേ, ആ കറിയുടെ വീഡിയോ പറഞ്ഞായിരുന്നു. ഇന്ന് വെക്കാൻ പോകുന്നത് മത്തങ്ങ പായസം. അലുവ നമ്മൾ പിന്നൊരു ദിവസം ചെയ്യുന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളെ മത്തങ്ങ പായസത്തിന് വേണം. അപ്പൊ നമുക്ക് ഒന്നിച്ച് അടുക്കളയിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം പരിപാടി. അതെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ വാ, നമുക്ക് ഒന്നിച്ച് തുടങ്ങാം. കൂട്ടുകാരത്തെ, നമ്മൾ ഇന്നലെ എടുത്തതിന്റെ ബാക്കി മത്തങ്ങയാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ ഇതൊന്ന് ചെത്തി ഒന്ന് കണ്ടിച്ചെല്ലാം എടുക്കട്ടെ, ചെറിയ പീസാക്കിയൊക്കെ എടുക്കട്ടെ അല്ലേ? എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതെ, മത്തക്കായ നല്ല പഴുത്ത മത്തക്കായാണല്ലോ. ഇന്നലെ ഓർത്ത് ഇത് ബാക്കി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നല്ലേ? അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാര് പറഞ്ഞ പായസം ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് പായസം തന്നെ ഉണ്ടാക്കാനോ ഓർത്ത്. അതെ, അമ്മ മത്തക്ക പായസം ഇത് മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഇവിടെ വെച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഏതായാലും നല്ലൊരു അടിപൊളി പായസം തന്നെ ചെയ്യാല്ലേ? ശരണ്യ, ഇത് ചെത്താൻ ഞാൻ സഹായിക്കണം. വേണ്ട, നമ്മുടെ അച്ഛനായിരുന്നു ചെത്തി തരുന്നത്. ഇനി സെയിലെല്ലാം പോയിട്ട് വന്നപ്പോ ഭയങ്കര ക്ഷീണമായിട്ട് ഉറങ്ങുക. അപ്പൊ ഞാൻ നമുക്ക് പായസം കഴിയുമ്പോ കുടിക്കാൻ നേരത്തെ വിളിക്കാം. പായസമായിട്ട് വിളിക്കാം. അതുവരെ കിടന്നുറങ്ങട്ടെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെത്തി എടുക്കട്ടെ. കൂട്ടുകാരതെ, ഞങ്ങൾ മത്തങ്ങ അരിഞ്ഞത് രണ്ടുപേരും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വേവിക്കാൻ വെക്കാം. അടുപ്പത്ത് വെക്കാം. കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ ഇത് വേവിക്കാൻ വെക്കണ നേരത്ത് പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ശർക്കര പാനിയാക്കും. അമ്മ ആ നേരത്തെ തേങ്ങ ചേർത്ത്. നമുക്ക് ഇന്ന് അത്യാവശ്യം വേണ്ടി തേങ്ങാപ്പാലല്ലേ? അപ്പൊ ശർക്കര പാനിയാക്കണം. അപ്പൊ നമുക്ക് ശർക്കര പാനിയാക്കിയേക്കാം. അമ്മ തേങ്ങായും ചേരുന്നുണ്ട്. അപ്പൊ വേഗം ഇത് വേവിക്കാനായിട്ട് വെക്കും. കൊറേ ഉണ്ടാ ശരണ്യ മത്തങ്ങ പായസം? ഇച്ചിരി കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഇത്ര എടുക്കണ്ടെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ വെന്ത് വരുമ്പോ ഇത് കുറച്ചേ കാണത്തുള്ളൂ. അരിഞ്ഞു വെച്ച ചീഞ്ഞു പോകും. അത് ചീത്തയായി പോകും. പിന്നെ ഇരിക്കട്ടെ, നമ്മൾ ഇതുവരെ വെച്ച് കുടിക്കാത്ത ഐറ്റം അല്ലേ? അത് തന്നെ. അങ്ങനെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് അങ്ങോട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ് അല്ലേ? മതി. എന്നാ നമുക്ക് വേവിക്കാൻ വെച്ചേക്കാം. പിന്നെ നമ്മുടെ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്, ഇടിയപ്പം മേക്കറിന്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി കൂട്ടുകാർ നമ്മളോട് വില ചോദിച്ചു. വില പറയാൻ എങ്ങനെയാ? ഒരാള് മേടിച്ചു തരുമ്പോ നമ്മള് ആ വില എല്ലാവരോടും പറഞ്ഞു നടക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായ കൊണ്ടാണ്, അല്ലാതെ ആരോടും ഉള്ള പിണക്കം കൊണ്ടല്ല. അതുപോലെ ശരണ്യയുടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവര് ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ വയസ്സ് എത്രയാണെന്ന്. എന്റെ വയസ്സ് 40 തന്നെയാണ് കേട്ടോ, മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് ഒരു വർഷത്തേക്കല്ലേ, മാറ്റമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ. അങ്ങനെ അതെ, ഒരാള് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ഒരാള് ശർക്കര പാനിയാക്കുന്നു അല്ലേ? കണ്ടാന്നൊക്കെ ചോദിച്ച് മേത്ത് വീഴരുത്, പാനി വീണ ഒരു സുഖം ഉണ്ടാകിയല്ല കേട്ടാ. രണ്ടുപേർക്കും രണ്ട് ജോലിയാണ്. ഇതേ കീല് പോലെ പിടിക്കും ശർക്കര പാനിയായി മേത്ത് വീണെന്ന കേട്ടാ. ഉണ്ട്. എനിക്ക് വല്ല പരിപാടി ഉണ്ടാ ശരണ്യ? തേങ്ങ ചെറിയ കൊത്താക്കണം അല്ലേ? എന്നാ എനിക്ക് എടുത്തതാ, ഞാൻ അത് ചെറിയ പീസാക്കി തേങ്ങ പൂളിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ.
സാധാരണ അച്ഛന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അച്ഛനാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ ചരണ്യ? ആണ്. അത് കാരണം ഇന്ന് എനിക്ക് കിട്ടി പണി. 8ന്റെ പണി. എപ്പോഴും ഞാൻ ക്യാമറയുമായിട്ട് നടപ്പല്ലേ, അപ്പൊ ഇന്ന് ഇടക്ക് വല്ലതൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ അല്ലേ? ചെയ്തില്ലെങ്കിൽ മോശമല്ലേ, പൈസ കുടിക്കേണ്ടിയല്ലേ. അതെ. എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അറിയാൻ മേല. ഇതിന് കുറച്ച് തേങ്ങ പോലെ ആ മതി, എടുത്തപ്പോഴേ മടിയായി. കൂട്ടുകാരെ, ഒരു നല്ലൊരു ഷോർട്സ് വീഡിയോ വരുന്നുണ്ട്. എന്താണ് പാട്ടെന്നൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ കണ്ണപ്പൻ, ആദിത്യൻ എന്നാണ് പേര്, കണ്ണപ്പനാണ് ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഷോർട്സ് ഏറ്റവും നല്ല ഗംഭീരമാക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഏകദേശം ചിലപ്പോൾ ഇന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിനുകൂടി ഉണ്ടാകണം കേട്ടോ. അരിഞ്ഞ് തീർന്നിട്ട് കാണിക്കാം. അതെ അതെ, മൊത്തം അരിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഇനി ഇത് ചെറിയ പീസ് ആക്കണ്ടേ ചേട്ടൻ? ആ ചെറിയ പീസ്. അപ്പൊ എന്നിട്ട് കാണിക്കാം. അപ്പൊ കൂടെയാണ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനായി, വെന്തോ ഇല്ലയോ നമുക്ക് നോക്കണ്ടായോ. അതെ, തുറയുന്നില്ലേ? അതെന്താണ് തുറയാത്ത? പൊക്ക് മാറ്റി എന്നിട്ടുണ്ടാ ഇത്? മറ്റേ ഉടക്കണ ഇത് എടുത്തണ്ട് പോവാ. അതെന്താണ് അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോയാ? ആ വെള്ളം ഊറ്റിക്കള. ആ വെള്ളം ഉണ്ടമ്മ ഇതില്. വേണ്ട, ഊറ്റണ്ടേ? സാമ്പാർ പോലെ ആകരുത്. എനിക്ക് തോന്നി അത്രയും വെള്ളം വേണ്ട. വെള്ളം ഊറ്റിയാലേ ഇത് ഉടക്കാൻ സുഖമുള്ളു. ആണോ? നേരാണോ? സൂപ്പർ മത്തങ്ങ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഉടയുന്നുണ്ട്. അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടി നന്നായിട്ട് ഇതൊക്കെ ഉടച്ചൊക്കെ എടുക്ക്. ഇതെന്താ ചുക്കുപൊടി കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണോ? എന്തോ ഒരു ചിരി. ശരണ്യ, ഇത് ഉടച്ചു തീർന്നാ? കൂട്ടുകാരെ, നമ്മൾ ഉടച്ചില്ല. മാങ്ങ ഇല്ലേ, പഴമാങ്ങ, പഴുത്ത മാങ്ങ അങ്ങനെ ഉടച്ചെടുക്കത്തില്ല. അതെ അതെ, നല്ല രീതിയിൽ ഉടച്ചിട്ടുണ്ടല്ലേ? ഉടച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ്? അടുപ്പിലോട്ട് വെക്കാം. അതിനായിട്ട് തേങ്ങ കൊത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശരണ്യ, ഇനി ഇതില് വേറെ എന്നാണ് അല്ലാതെ ചേർക്കണം? നിങ്ങൾ രണ്ടുപേരും എന്തോ ടിന്നില് തിരക്കി നടക്കിയേ. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കണം. ഇച്ചിരി പഞ്ചസാര, പിന്നെ എന്തോ ടിന്നി ശരണ്യ തപ്പി നടക്കണുണ്ട്. ചുക്ക് ഇതില് ചേർക്കും അല്ലേ? ചുക്ക് പൊടിയാ? അപ്പൊ എന്നാ വേറെ എടുത്ത് ചേർക്ക്. അപ്പൊ കണ്ട കൂട്ടുകാരെ, അപ്പൊ ഇതൊന്ന് അടപ്പയിലോട്ട് വെക്കട്ടെ. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യതേ ഈ പാത്രത്തിലാണ് വെക്കുന്നതെന്ന് തോന്നുന്നു പായസം അല്ലേ? അപ്പൊ അങ്ങനെ പാത്രം വെച്ച് തന്നെ വെള്ളം വെച്ചാ ആ പാത്രത്തിൽ? ഇല്ലേ? അപ്പൊ വെള്ളമുള്ള പോലെ തോന്നി. അമ്മ ആ നേരത്തെ ചുക്കും പൊടിച്ചു, ഏലക്ക, പഞ്ചസാര. അതൊക്കെ ഞാൻ കൂട്ടുകാരെ കാണിച്ചല്ലോ. അപ്പൊ ഇനി ആദ്യം എന്നാണ് ചെയ്യുന്നത്? നെയ്യ് ഒഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒന്ന് പാത്രം ഒന്ന് ചൂടായി വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. എണ്ണയൊക്കെ ഒഴിക്കാൻ പോകും. നെയ്യ് ഒഴിക്കാൻ പോകും. ഞാനേ കറിയുടെ ചിന്തയിലായി പോയതാണ്. അപ്പൊ അത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഏതാ? മത്തങ്ങ. മത്തങ്ങ അതിലായിട്ട് ഒഴിക്കുക. മത്തങ്ങ ഒഴിക്കണേ. ഇതെന്ത് പരിപാടി? എന്താ കൂട്ടുകാരി, അങ്ങനെ നമ്മുടെ മത്തങ്ങ പായസത്തിന്റെ മത്തങ്ങ അങ്ങനെ പാത്രത്തിലായി, അടപ്പയിലായി. ഇനി എന്താണ് പരിപാടി? തിളച്ച് കഴിയുമ്പോ നമ്മുടെ ഈ ശർക്കര പാനിയാക്കില്ലേ, അത് ഇച്ചിരി ഇടണം. അത് നമ്മുടെ 1-ാം പാല് 2-ാം പാല് എന്ന് ഒഴിക്കണം. ആദ്യം 1-ാം പാലാണോ ഒഴിക്കണത്?
ശരണ്യ ഇറക്കാൻ നേരത്തെ ആദ്യം ശരണ്യ ഇളക്കണേന്റെ ഇതിലായിപ്പോയല്ലേ, അതാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കാൻ കാര്യം. എന്താ അപ്പൊ നമുക്ക് ഇനി ആവശ്യത്തിന് ശർക്കര ഒഴിക്കട്ടെ. ആ ശർക്കര നന്നായിട്ട് തണുത്താ? തണുത്ത് അരിച്ചെടുത്ത ശർക്കരയാണ്. ആ അരിച്ചെടുത്തതാണല്ലേ. അപ്പൊ അതിലോട്ട് ഒഴിക്കണം. ആ ഇളക്കി കൊടുത്തു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. നേരം തന്നെ ഒന്ന് മാറുന്നുണ്ട്. അതെ നേരെ അടിപൊളിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പായസം സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. പായസം കളർഫുള്ളാണ്. നല്ല മണം അടിക്കുന്നുണ്ട് ആ നെയ്യുടെ. നെയ്യുടെ ആ കണ്ട നമ്മുടെ അമ്മയുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി തന്നെ ആ പായസം വെക്കുമ്പോഴുള്ള. ആഹാ ഇപ്പൊ അടപ്പായസം പോലെയില്ലേ? ആ നേരെ ഇനി നമുക്ക് ഇനി ഇതിലായിട്ട് തിളച്ച് രണ്ടാം പാലെപ്പോഴാണ് ഒഴിക്കണത്? തിളക്കണം. തിളച്ച് കഴിയുമ്പോ രണ്ടാം പാൽ ഒഴിക്കാം. ആ അപ്പൊ കൂട്ടുകാരെ നമുക്ക് തുള്ളി ഉപ്പിടാം. എന്താ മധുരം നിയന്ത്രിക്കാൻ വേണ്ടി ആ ശർക്കര ഒരു പിഞ്ചുപ്പ്. ഒരു പിഞ്ച് ഉപ്പ്. ഒത്തിരിയല്ലേ? പിന്നെ പായസം തിന്നാൻ പറ്റത്തില്ല. പിന്നെ ഉപ്പ് പായസം ആയിപ്പോകും അല്ലേ. മത്തങ്ങ പായസം മാറ്റി ഉപ്പ് പായസാവും. പിന്നെ പാല് അപ്പൊ പാല് മറ്റേ ഈ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തല്ലേ ചേർക്കണം? ഇപ്പഴല്ല. ആയില്ല. ആയില്ല ആയില്ല. തിളക്കുന്നു തിളക്കുന്നു. തിളക്കണം. എന്ത് ആ തിള വരാൻ പോകുന്നു അല്ലേ. ആ ചെറുതായിട്ട് പാലൊഴിക്കാം. ആ എല്ലായിട്ട് പാലൊഴിച്ചിരിക്കണം അല്ലേ. പാലൊഴിച്ചപ്പോ വേറൊരു നിറം കണ്ടാ? ഓ അത് കണ്ടപ്പോ ശരണ്യയുടെ മുഖം കണ്ടാ കൂട്ടുകാരെ അല്ലേ. അടിപൊളി പായസം. ഇത് രണ്ടുപേരും ചിരിച്ചെന്താണ് കേട്ടോ ഇന്നത്തെ പാചകം ചെയ്യുന്നത് അല്ലേ. മുഖത്ത് ആ ഒരു ആകാംക്ഷ അല്ലേ. ചുക്കാണ്. അച്ഛന്റെ ഫോൺ അടിക്കണം. ഇപ്പൊ അച്ഛൻ എണീക്കും. ആ നേരം ഇപ്പൊ അച്ഛൻ എണീക്കും. അച്ഛൻ വിളിക്കുന്നുണ്ട്. അതെന്നാ ആ ഒരു സ്വല്പം ഇട്ടാ മതി, അല്ലെങ്കിൽ ചുക്കിന്റെ കുത്തലായിരിക്കും. ആ അച്ഛൻ്റെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഫോണൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛാ വേഗം വരൂ, അച്ഛൻ അവിടെ ഇരിക്കുന്ന തേങ്ങാക്കൊത്ത് തിന്നണ്. ഞാൻ ആ പുളിയന്റെ ബാക്കി തേങ്ങ അവിടെ വെച്ചില്ലേ. ആ കൂട്ടിയെടുത്ത് നമ്മൾ ഏലക്കപ്പൊടി ഇടാൻ പോവാണേ. ഏലക്കായാണല്ലേ. ഏലക്കായും പഞ്ചാരയും കൂടെ പൊടിച്ചു പൊടിച്ച് വെച്ചത്. ഇനി എന്നാണ് ഇടേണ്ടത്? ഇനി നമ്മളെ രണ്ടാം പഴം ആ അത് നമുക്ക് ഒഴിക്കാം. ഒഴിക്കട്ടെ. ആദ്യം ഒഴിച്ചത് പശുവും പാലായിരുന്നു അല്ലേ. രണ്ട് സൈസ് തേങ്ങാപ്പാലും പശുവും പാലും ഒക്കെ ചേർത്തിട്ടുണ്ട്. രണ്ടും ചേർത്തു. എല്ലാരും എങ്ങനെയാണ് വെക്കണം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അല്ലേ. ശരണ്യൊക്കെ അറിയാവുന്ന ഒരു രീതിക്ക് ചെയ്യുന്നത്. കൂട്ടുകാരെ അങ്ങനെ ശരണ്യ അതേ ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അമ്മ ഇളക്കാൻ പോകുന്നു. നമ്മുടെ അച്ഛൻ ദേ വന്നിട്ടുണ്ട്. അതെ കണ്ട ഇല്ല ഇത് ഇപ്പൊ റെഡിയാക്കി. അച്ഛനെ പായസം വെച്ച് കഴിഞ്ഞിട്ടേ വിളിക്കുള്ളൂ. ഞാൻ ആരാണ് അച്ഛൻ ആ ഫോൺ വന്നതാണ് എണീറ്റത്. അടിപൊളി പായസാണ് കണ്ട. പായസം കുടിക്കാൻ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അപ്പൊ ഇനി ഇത് കൂടി ഒന്ന് റെഡിയാക്കട്ടെ. നെയ്യില്ല നെയ്യില്ലെന്ന് പറഞ്ഞ് വേറെ നോക്കണം. നെയ്യില്ല പാത്രത്തിരുന്നോ? ആ ഇത്ര നെയ്യ് വേണം. നെയ്യ് കൂടുതലാ അല്ലേ. അച്ഛന് അവിടെ തേങ്ങ കണ്ടപ്പോ തേങ്ങ എടുത്ത് പൊളിത്തുന്നല്ലേ. അപ്പൊ ഇതൊന്ന് ചൂടാകട്ടെ കൂട്ടുകാരെ. നെയ്യ് മൂത്താന്നറിയാൻ വേണ്ടി അല്ലേ അതിലാട്ട് ഒരെണ്ണം ഇട്ട് നോക്കി. അച്ഛൻ ആ നേരത്തെ അവിടെ ഉള്ള പായസമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അങ്ങനെ തേങ്ങ കൊത്ത് അതിലാട്ടിട്ട് ഇത് അച്ഛൻ കൊത്തണ്ടതായിരുന്നച്ചാ.
അച്ഛൻ ഉറങ്ങിയ കാരണം എന്നെ വിളിച്ചില്ല. അതെ ക്ഷീണം കൊണ്ട് ഇടയ്ക്കെല്ലാം മൊത്തം വേസ്റ്റ്. അങ്ങനെ തേങ്ങ ഒന്ന് മൂക്ക്. അതെന്താണ് പൊട്ടിത്തെറിച്ചെന്നറിയാവോ? എടുത്ത തവിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടാ ശരണ്യ, ഇല്ല വെള്ളമില്ല. അതാണ് പൊട്ടിത്തെറിച്ചത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. അങ്ങനെ ഇതൊന്ന് മൂത്ത് വന്നല്ലേ, ഇനി മൂത്തിട്ട് വേണം അണ്ടിപ്പരിപ്പിടാൻ. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂത്ത് ചുമന്ന കളറാകണം അല്ലേ കൂട്ടുകാരെ? അങ്ങനെ അതൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് അണ്ടിപ്പരിപ്പിടിയാണ് ശരണ്യ. അണ്ടിപ്പരിപ്പ് കൂടിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് മുന്തിരി കണ്ട. അങ്ങനെ അച്ഛനും കൂടി വന്നപ്പോഴാണ് അടുക്കള കളർഫുള്ളായ അല്ലേ അല്ലേ? അതായിക്കോളൂ, ഇതുകൂടി ഇടുമ്പോ ആയിക്കോളൂ. അപ്പൊ ഇനി മുന്തിരിങ്ങ ഇട്ടോ. മുന്തിരിങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സൈഡിലുള്ളതെല്ലാം. അപ്പൊ അങ്ങനെ ഇനി ഇതൊന്ന് വീർത്ത് വരട്ടെ അല്ലേ? അല്ല മുന്തിരിങ്ങ വീർക്കും, മുന്തിരിങ്ങ ബോള് പോലെ ആവും. കേൾക്കണ്ട കൂട്ടുകാരെ, ബോള് പോലെ ആകും. അങ്ങനെ ആകുവേ, നമ്മളങ്ങനെ ഒത്തിരി ചെയ്തിട്ടുള്ളതാണല്ലേ. ശനിയൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഇളക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണ് കണ്ട ഒഴിക്കാൻ അച്ഛനെ ഏൽപ്പിച്ച്. കേൾക്കണ്ട കൂട്ടുകാരെ, അങ്ങനെ അങ്ങനെ നമ്മുടെ പായസം സെറ്റായി. അങ്ങനെ അച്ഛനും മകളും കൂടിയാണ് കേട്ടോ പാചകങ്ങളൊക്കെ അല്ലേ. ലാസ്റ്റ് അമ്മയും മകളും വെച്ചത് കൂട്ടുകാരെ കണ്ട. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുമ്പോ തന്നെ അല്ലേ. അപ്പൊ നമ്മുടെ മത്തക്ക പായസയും റെഡിയായല്ലേ. അടിപൊളി. അല്ല വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതെല്ലാം ഇണക്കിയിട്ട് അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞു. എനിക്കറിയാം മണത്തിന്റെ തന്നെയല്ലേ ശരണ്യ ഇത് വന്ന് കോള് വന്നായിരുന്നല്ലേ. നമുക്ക് പായസം അച്ഛനെ കൊണ്ട് ഒന്ന് കുടിപ്പിച്ച് നോക്കാം. അച്ഛനെ കൊണ്ട് കുടിപ്പിക്കാം. അല്ല അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാനാണ്. അതെ കണ്ടാ കൂട്ടുകാരെ, അടിപൊളി പായസാണ് അല്ലേ. അത് കാണുമ്പോ തന്നെ നമുക്കത് ഒരു ഗ്ലാസ് കുടിക്കാൻ തോന്നും. എന്നാ എടുക്ക്. അപ്പൊ അങ്ങനെ ആ പായസം കാണുമ്പോ തന്നെ നമ്മള് വായി വെള്ളം ഓടും അല്ലേ. എന്നാണ് ശരണ്യ പറയണത്? കപ്പലോടും. ശരണ്യ എപ്പോഴും പറയുന്നൊരു ഡയലോഗ്. ഇങ്ങനെ ഗ്ലാസ്സിലെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൽ വേറൊന്നും ഇങ്ങനെ പീസായിട്ടൊന്നും ഉണ്ടായില്ല, വലിച്ചു വെട്ടെന്ന് കുടിക്കാം അല്ലേ. എനിക്കെടുത്ത് തന്നാണ്. അപ്പൊ ഇത് മത്തങ്ങ പായസം ശരണ്യ വെച്ചതാണ്. ഞാൻ ഉറങ്ങിയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് വന്നു. അല്ല ശരണ്യ തന്നെയല്ല ശരണ്യാണല്ലേ ഇതിന്റെ ആള് മുഴുവൻ കണ്ടുപിടിക്കാൻ പോയി ശരണ്യാണല്ലേ. അപ്പൊ ഉറക്ക ആണെങ്കിലും നിങ്ങൾ ശരണ്യയും അമ്മയും എന്നെ വിളിച്ചില്ലെങ്കിലും അവസാന വർഷത്തിൽ ഞാൻ ഇവിടെ വന്ന് കണ്ടു വന്ന് ആ ശരണ്യ പായസം വെച്ച് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ കുടിയൊന്നും പണ്ട് തന്നാണ്. അപ്പൊ മക്കളെ ഞാനിത് കഴിച്ചു നോക്കട്ടെ. അമ്മക്ക് വേണ്ട ഒരു ഗ്ലാസ്? എനിക്ക് തണുത്തിട്ട് ഇച്ചിരി ഇച്ചിരി അതിൽ നിന്ന് മൊത്തി നോക്ക്. അടിപൊളിയാ. അതെ നല്ല ഇതാ. ശരണ്യ കുടിക്കലെങ്കിൽ ശർക്കര പായസം കുടിക്കല്ലേ. അതെ
ഉടനെ ശരണ്യ ക്ലോസ് ആക്കി. എന്താണോ ശരണ്യനെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് ഓർത്തിട്ടാണ് ഒറ്റടി പറഞ്ഞെന്നാണ്. ശരണ്യക്ക് ശർക്കര പായസം ശരണ്യ കുടിക്കുകയല്ല, അതുകൊണ്ടാണ് ശരണ്യ ഇങ്ങനെ ഒറ്റടി വീഡിയോ ക്ലോസ് ചെയ്തത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂട്ടാക്കാൻ ആരും മറക്കല്ലേ. അപ്പൊ അതുപോലെ ലൈക്കും ഷെയറും കമന്റും വേണം. അതെ. അപ്പൊ ശരണ്യനെ കൊണ്ട് എങ്ങനെയെങ്കിലും ശർക്കര പായസം കുടിപ്പിക്കട്ടെ. അപ്പൊ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം ഞങ്ങൾ വരുന്നതാണ്.